ഹലോ. നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങി നല്ല സുന്ദരി കുട്ടികളായിട്ട് എങ്ങോട്ടാണെന്നല്ലേ? അതെ, ആറന്മുള ക്ഷേത്രത്തിലേക്ക്. അവിടെ പോകാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വിഷുവിൻ്റെ അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് വിഷുവിൻ്റെ പിറ്റേ ദിവസമാട്ടോ നമ്മൾ പോയത്. നമ്മൾ വിഷുവിൻ്റെ അന്ന് പോകാനെന്ന് വെച്ചാൽ, വിഷുവിൻ്റെ അന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിൽ ഉത്സവം ഉണ്ടായിരുന്നേ. അവിടെ ആയിരുന്നു നമ്മൾ പോയിരുന്നത്. അതുകൊണ്ടാട്ടോ നമ്മൾ ആറന്മുള അമ്പലത്തിൽ പോകാനേ. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് അത്യാവശ്യം ആളെ ഉള്ളായിരുന്നേ. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നല്ല കുറവായിരുന്നു. നമ്മളെപ്പോൾ ചെന്നാലും നിറച്ച ആളാട്ടോ. എപ്പോഴും ഞങ്ങൾ സന്ധ്യ സമയത്താട്ടോ പോകുന്നത്. ഇത് നമ്മൾ രാവിലെ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ആൾ നല്ല കുറവുണ്ടായിരുന്നേ. നമ്മളെപ്പോൾ തൊഴുതിട്ട് വന്നാലും നമ്മൾ സ്ഥിരം ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു കുതിരയുടെ ചെവിയിൽ നമ്മുടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ വായിലുള്ള ആ ഉരുള നമ്മൾ 3 തവണ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ആഗ്രഹമൊക്കെ ഫലിക്കുമെന്നാണ് കേട്ടോ പറയുന്നത്. എനിക്ക് എൻ്റെ ഐതിഹ്യമൊന്നും അറിയത്തില്ല. അമ്മ പറഞ്ഞിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. എല്ലാവരും ചെയ്യാറുണ്ട്, അവിടെ വരുന്നവരെല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്, ആ തറയിൽ കൂടെ നടക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ എന്നെ കിടന്ന് വിളിക്കും. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാട്ടോ ഒരു നല്ല വ്യൂ പോയിൻ്റ് കണ്ടേ. ഞങ്ങൾ ഇതുവരെയായിട്ട് ഈ സ്ഥലം കണ്ടിട്ടില്ല. ഞങ്ങൾ പെട്ടെന്ന് എന്നിട്ട് അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. എപ്പോഴും ഉള്ളതാണ് കേട്ടോ ഇത്. അങ്ങനെ ഈ ഒരു സ്റ്റേജിൻ്റെ ഈ തറയിൽ നടന്നപ്പോഴാട്ടോ ഒരു ആശ്വാസം വന്നേ. ഈ കല്ലിക്കട വന്നാൽ നമ്മൾ കാല് പൊള്ളിപ്പോവും, അതുപോലെ ചൂടാണ്. നമ്മൾ ചുറ്റി തൊഴുത് എല്ലായിടം തൊഴുത് കഴിഞ്ഞ് നമ്മൾ മെയിൻ പോകുന്ന സ്ഥലത്തിലോട്ടാട്ടോ പോയത്, ആറ്റിലോട്ട്. ഇവിടെ പോയില്ല ഒരൊറ്റ സമാധാനം നമുക്ക് കിട്ടത്തില്ല. നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയും അച്ഛനൊക്കെ പറഞ്ഞ് എന്തോ ഡാമൊക്കെ തുറന്നു വിട്ടെന്ന്, എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ സ്ഥിരം ചെയ്യുന്ന പോലെ കുറേ ഫോട്ടോയൊക്കെ ഇവരുടെ എടുത്തു കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇറങ്ങി വന്നപ്പോൾ നോക്കിയപ്പോൾ സ്റ്റെപ്പിലെല്ലാം കുറേ വെള്ളം ആരോ ഒഴിച്ചിട്ടേക്കുന്ന പോലെ ഫുള്ള് സ്റ്റെപ്പേ വെള്ളമായിരുന്നു. എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് ഭാര്യയും ഭർത്താവും കൂടെ കയ്യും പിടിച്ച് ഫ്രണ്ടിൽ നടന്നുപോയി. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വന്ന് ഈ ഒരു കടയിൽ കയറി കൃഷ്ണൻ്റെ രൂപവും ഒക്കെ കുറേ ഉള്ളൊരു കട, അതുപോലെ നെറ്റിപ്പൊട്ടവും എല്ലാം ഉണ്ട് കേട്ടോ ഈ കടയിൽ. നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഒരു കൃഷ്ണൻ്റെ രൂപമുള്ളതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മൾ ആ കടയുടെ തൊട്ടിപ്പുറത്തായിട്ടൊരു ആറന്മുള കണ്ണാടിയുടെ കടയുണ്ടായിരുന്നേ. നമ്മൾ ആ കടയിലോട്ട് കയറി കേട്ടോ. അപ്പോൾ അവിടെ നിറയെ ഉണ്ട് കേട്ടോ ആറന്മുള കണ്ണാടി. നിറച്ചുണ്ടായിരുന്നു. എനിക്ക് കണ്ടിട്ട് നല്ല കൊതിയാവുന്നു കേട്ടോ. ഇവിടുത്തെ ആറന്മുള കണ്ണാടിക്ക് 1300 രൂപ കേട്ടോ സ്റ്റാർട്ടിങ്. ഈ കുഞ്ഞ് ആറന്മുള കണ്ണാടിയില്ലേ, അതിനാട്ടോ 1300 തൊട്ട് ഏത് വില വരെ ഉണ്ട് കേട്ടോ. അമ്മയുടെ കയ്യിലിരിക്കുന്നതിനൊക്കെ അത്യാവശ്യം നല്ല വിലയാവുന്ന ഇതാട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആ വിലയൊക്കെ ചോദിച്ച് അമ്മ കണ്ണാടിയിൽ അമ്മയുടെ മുഖമൊക്കെ നോക്കിയിരിക്കുക. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യം ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എൻ്റെയും അവരുടെയും അമ്മയുടെയൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് എൻ്റെ അപ്പച്ചിയും എൻ്റെ അച്ഛൻ്റെ പെങ്ങളുമായ തങ്കമണിയമ്മയുടെ വീട്ടിലാട്ടോ നമ്മൾ പോയത്. എപ്പോൾ പന്തളത്തമ്പലത്തിൽ ചെന്നാലും അതുപോലെ തന്നെ ആറന്മുള അമ്പലത്തിൽ ചെന്നാലും ഇവിടോട്ട് കയറണം, ഇല്ല എനിക്ക് എന്തോ പോലാണ്. എനിക്ക് എപ്പോഴും ഇതൊരു വീക്ക്നെസ്സായിട്ട് എൻ്റെ തലയിലിരിക്കും. എപ്പോൾ ഈ ഏരിയ വന്നാലും എനിക്കിവിടെ കയറണം. അങ്ങനെ നമ്മൾ വന്നത് നല്ല ദിവസമായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഇന്നിവിടെ പറ വരുന്ന ദിവസമായിട്ടോ. അവിടെ വാഴയിലയൊക്കെ വെട്ടിവെച്ച് വിളക്ക് കത്തിച്ച് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചെന്ന് നമ്മുടെ പട്ടിക്കുട്ടനെ ശ്രദ്ധിച്ചേ. എല്ലാ പ്രാവശ്യം ഞാൻ വരുമ്പോൾ എന്നെ കുരച്ച് ഓടിക്കുന്നവനാണ് പ്രാവശ്യം എന്തോ മിണ്ടാതെ മൗനവ്രതത്തിലിരിക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് പറയൊക്കെ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ കാത്തുകാത്തിരുന്ന് അവസാനം നമ്മുടെ പറയും ദേവിയൊക്കെ വന്നു കേട്ടോ. പിന്നെ ഇതിലുള്ള ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ പറ വരുമ്പോൾ നമ്മൾ തന്നെ കേട്ടോ ടേബിളൊക്കെ ഒരുക്കി വെക്കുന്നത്. ഇത് അവർ തന്നെ കൊണ്ടുവരുമായിരുന്നേ. അത് നല്ലൊരു ഉപകാരമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ദേവീനെ പൂജിച്ചിട്ട് ആ നെല്ല് നമ്മുടെ മണ്ടയ്ക്കെറിയുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ തലയിലൊക്കെ ഇങ്ങനെ വീഴുമ്പോൾ ഞാനത് എടുത്ത് കളയാതെ ഇങ്ങനെ വെക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ദേവിയൊക്കെ പറയെല്ലാം കഴിഞ്ഞ് പുറപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഈ സൈഡിൽ തൊട്ടടുത്ത് തന്നെ ഈ ഒരു അൻപൊലി എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ ഈ ജമന്തി പൂവൊക്കെ പിടിച്ച് കയ്യിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പൂവ് എറിയുന്നുണ്ട്, ഞാനും എറിഞ്ഞു. ഇതാട്ടോ നമ്മുടെ ദേവീനെ കൊണ്ടുവച്ച് ഇവിടെ എല്ലാം ഉണ്ടോ ഒരുക്കി. അൻപൊലി എന്ന് വെച്ചാൽ ഈ 5 വിഭവങ്ങൾ ഇങ്ങനെ പറയിടുന്ന പോലെ ഇടും. എന്ന് വെച്ചാൽ ശർക്കര, അവൽ, അതുപോലെ നെല്ല്, അങ്ങനെ കേട്ടോ.
അത് കഴിഞ്ഞ് ചൂടൊക്കെ എടുത്ത് നമ്മൾ പെരയ്ക്കകത്തോട്ട് വന്നിരുന്നേ. അപ്പോഴാട്ടോ ഒരു ആശ്വാസം കിട്ടിയത്. ഈ ചൂടത്ത് വെളിയിൽ നിൽക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മൾ അകത്തിരുന്ന് കുറച്ച് തണുത്ത വെള്ളമൊക്കെ കുടിച്ച് ദേഹം കൂളാക്കി കഴിഞ്ഞ് നമ്മൾ പുറകോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. ഇതാട്ടോ നമ്മുടെ അപ്പച്ചിയുടെ ബസ്സാട്ടോ, സ്വന്തം ബസ്സാണ് ഗരുഡൻ. അപ്പം ഞാൻ ബസ്സിൻ്റെ സൗന്ദര്യമൊക്കെ നോക്കി. അവരെല്ലാം അവിടെ ഇന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനിങ്ങനെ ഇവിടെ നോക്കിക്കൊണ്ട് നിന്നു. കഴിഞ്ഞ് അവരെന്നെ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. അതാട്ടോ നമ്മുടെ അപ്പച്ചി. അത് കഴിഞ്ഞ് ഇവരൊക്കെയൊക്കെ എന്തോ പറഞ്ഞപ്പോഴാണ് അപ്പച്ചി പറഞ്ഞത് മാവേലെ മാങ്ങ കുറേ താഴെ വീണിട്ടുണ്ട്, ഞാൻ പോയി പറക്കൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ അപ്പച്ചി മാങ്ങയൊക്കെ പറക്കാൻ പോകുന്നുണ്ട്. അമ്മയുടെ കയ്യിൽ ഒരു ടാങ്ക് വെള്ളം ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് സ്ഥിരം പരിപാടിയാണ്. ഓരോരുത്തരത്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനം. അച്ഛൻ്റെ കയ്യിലും ഒരു സഞ്ചി ഉണ്ട് കേട്ടോ മാങ്ങ എടുക്കാൻ. അങ്ങനെ അപ്പച്ചി ഒരു ന്യൂസ് പേപ്പർ നിറച്ച് മാങ്ങ പറക്കിക്കൊണ്ട് വന്നതും പോരായിട്ട് അച്ഛന് വീണ്ടും മാങ്ങ വേണം. അച്ഛൻ പക്ഷെ കുറേ മാങ്ങ പറക്കി കേട്ടോ. അങ്ങനെ അച്ഛൻ വീണ്ടും കുറേ മാങ്ങയൊക്കെ പറക്കി സഞ്ചിയിലാക്കിയിട്ട് വന്നു. അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അച്ഛന് വീണ്ടും കാല് കഴുകാൻ പോകണം. അച്ഛന് സ്ഥിരം പണി. ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ അച്ഛന് ഈ രോഗം. ഇതെവിടെ ചെന്നാലും ഉണ്ട് കാല് കഴുകുക. ഇത് അച്ഛൻ്റെ ഒരു സ്ഥിരം പണിയാട്ടോ. അങ്ങനെ അവർ ഷോർട്ട് വഴി കൂടെ എളുപ്പം ചെന്നു. അവരവിടെ പോകണം. ഞാൻ എപ്പോഴും ലോങ് വഴി കൂടെ നടന്നു. പിന്നെ സ്ഥിരം പരിപാടിയാട്ടോ ഫോട്ടോ എടുപ്പ്. അതിപ്പോൾ എവിടെ ആണേലും ഫോട്ടോ എടുക്കും. ഇപ്പോൾ ആറന്മുളയിലാണേലും അറിയാലോ. ഇപ്പോൾ ആറിൻ്റെ അവിടെ ചെന്നപ്പോഴും ഫോട്ടോ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണേലും ഫോട്ടോ, അത് കഴിഞ്ഞ് ആറന്മുള കണ്ണാടിയുടെ അവിടെ ചെന്നപ്പോഴും ഫോട്ടോ. അപ്പോൾ ഇവിടെ നിന്നുമ്പോൾ അപ്പച്ചി ഇവിടെ ആക്കത്തില്ല. അപ്പോൾ നമ്മൾ അപ്പച്ചിയും പിടിച്ച് നിർത്തി ഫോട്ടോയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് അച്ഛൻ എന്തൊക്കെയോ പെങ്ങടുത്ത് കാര്യമായിട്ടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെയാണ് ട്വിസ്റ്റ്. നമ്മൾ വലിയ കാര്യത്തിൽ കഷ്ടപ്പെട്ട് അച്ഛൻ രണ്ടാമതും പോയി പറക്കിക്കൊണ്ട് വന്നു. മാങ്ങ മറന്നുപോയി. ഞങ്ങൾ വീണ്ടും തിരിച്ച് ചെന്ന് മാങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ബൈ ബൈ.